ഓസ്ട്രേലിയക്കെതിരായ ആദ്യ ടെസ്റ്റിൽ 295 റൺസിന്റെ വമ്പൻ വിജയം നേടിയിരിക്കുകയാണ് ടീം ഇന്ത്യ. പെർത്തിൽ നടന്ന കളിയിൽ ഇന്ത്യ ഉയർത്തിയ 534 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഓസ്ട്രേലിയ രണ്ടാം ഇന്നിംഗ്സിൽ 238 റൺസിൽ പുറത്താവുകയായിരുന്നു. 3 വിക്കറ്റുകൾ വീതം വീഴ്ത്തിയ ക്യാപ്റ്റൻ ബുംറയും സിറാജും ചേർന്ന് രണ്ടാം ഇന്നിംഗ്സിൽ ഓസീസിനെ പ്രധാനമായും തകർത്തത്. ഈ ജയത്തോടെ 5 മത്സര പരമ്പരയിൽ ഇന്ത്യ ലീഡെടുക്കുകയും ചെയ്തു. ഡിസംബർ 6 മുതൽ അഡലേഡ് ഓവലിൽ പരമ്പര രണ്ടാം മത്സരമായിരിക്കും നടക്കുക. നേരത്തെ മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനമെടുത്തു. ബാറ്റിംഗ് തകർച്ച നേരിട്ട ടീം 150 റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സിൽ ഓൾ ഔട്ട് ആവുകയായിരുന്നു. 41 റൺസ് എടുത്ത് അരങ്ങേറ്റ താരം നിതീഷ് റെഡ്ഡിയായിരുന്നു ഇന്ത്യയുടെ ടോപ്പ് സ്കോററായി വന്നത്. എന്നാൽ ഇന്ത്യൻ ബോളർമാരും അതേ നാണയത്തിൽ തിരിച്ചടിച്ചതോടെ ഓസ്ട്രേലിയ ശരിക്കും നാണം കെട്ടു എന്ന് പറയാം. വെറും 104 റൺസിനാണ് അവർ ആദ്യ ഇന്നിംഗ്സിൽ ഓൾ ഔട്ട് ആയതെന്നത് ഇന്ത്യക്ക് വലിയ നേട്ടമായിരുന്നു. ഓസ്ട്രേലിയൻ ബാറ്റിംഗിൽ ഒരാൾക്ക് പോലും 30 റൺസ് കടക്കാനായില്ല എന്നതാണ് ശ്രദ്ധേയം. ക്യാപ്റ്റൻ ബുംറയായിരുന്നു ഇന്ത്യൻ ബോളിംഗിലെ ഹീറോയായ താരം. 30 റൺസിന് 5 വിക്കറ്റുകളാണ് താരം വീഴ്ത്തിയത്. ഹർഷിത് റാണ 3 വിക്കറ്റുകളും മുഹമ്മദ് സിറാജ് 2 വിക്കറ്റുകളും നേടുകയുണ്ടായി. 46 റൺസിന്റെ ലീഡുമായി രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്യാനിറങ്ങിയ ടീം ഇന്ത്യ ഓസ്ട്രേലിയൻ ബോളർമാരെ തകർത്തടിച്ച് മുന്നേറുകയായിരുന്നു. ആദ്യ വിക്കറ്റിൽ ഓപ്പണർമാരായ രാഹുലും ജയ്സ്വാളും ചേർന്ന് 201 റൺസ് കൂട്ടിച്ചേർത്തപ്പോൾ തന്നെ ഓസ്ട്രേലിയക്ക് ആത്മവിശ്വാസം നഷ്ടമായി കഴിഞ്ഞിരുന്നു. ജയ്സ്വാളായിരുന്നു രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യയുടെ ടോപ്പ് സ്കോററായി ഉയർന്നത്. 161 റൺസാണ് താരം പ്രധാനമായും നേടിയത്. രാഹുൽ 77 റൺസിൽ പുറത്താവുകയും ചെയ്തു. വിരാട് കോഹ്ലി സെഞ്ചുറി നേടിയതിന് പിന്നാലെ 487 എന്ന കൂറ്റൻ സ്കോറിൽ ഇന്ത്യ രണ്ടാം ഇന്നിംഗ്സിൽ ഡിക്ലെയർ ചെയ്യുകയായിരുന്നു. മത്സരത്തിന്റെ 3-ാം ദിനം കളി അവസാനിക്കുമ്പോൾ 12-3 എന്ന നിലയിലേക്ക് വീണ ഓസ്ട്രേലിയ 4-ാം ദിനം തന്നെ തോൽവി സമ്മതിക്കുകയും ചെയ്തു. 89 റൺസ് എടുത്ത ട്രാവിസ് ഹെഡാണ് രണ്ടാം ഇന്നിംഗ്സിൽ ഓസീസിന്റെ ടോപ്പ് സ്കോററായത്. ഇന്ത്യക്ക് വേണ്ടി ബുംറ, മുഹമ്മദ് സിറാജ് എന്നിവർ 3 വിക്കറ്റുകൾ വീതം വീഴ്ത്തുകയുണ്ടായി.